ഹലോ, നമസ്കാരം. ഞാൻ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ നാട്ടിലത്തെ കുട്ടികൾ ഫേസ് ചെയ്യുന്ന ഒരു മെയിൻ പ്രോബ്ലത്തിന്റെ സൊല്യൂഷനാണ്. നമ്മുടെ നാട്ടിലത്തെ കുട്ടികൾ എന്നല്ല എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് പഠിക്കാൻ ബുദ്ധിമുട്ട്, പഠിച്ചിട്ട് മണ്ടേ കയറുന്നില്ല. അതിന്റെ പ്രശ്നം എന്താണെന്നറിയോ? നമ്മളെല്ലാവരും പാരന്റ്സ് ഡിഫറെന്റ് ആണ്. അതായത് എന്റെ പാരന്റും നിങ്ങളെ പാരന്റും ഡിഫറെന്റ് ആണ്. പക്ഷെ നമ്മളോട് എല്ലാവരും പറഞ്ഞിരുന്ന ഒരു കാര്യം എന്താണെന്നറിയോ? അവനെ കണ്ടുപടി, ഇവനെ കണ്ടുപടി, വായിച്ചു പഠിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടാവും. ശരിക്കും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സയന്റിഫിക്കലി പറയുന്ന ഒരു കാര്യം, എല്ലാവർക്കും വായിച്ചു കഴിഞ്ഞാൽ പഠിയണമെന്നില്ല, എല്ലാവരും കേട്ട് കഴിഞ്ഞാൽ പഠിയണമെന്നില്ല. എല്ലാവരും ലേണിംഗ് ഡിഫറെന്റ് ആണ്. അപ്പൊ ഇത് ആർക്ക് മനസ്സിലായി? ഗൂഗിളിന് മനസ്സിലായി. അപ്പോൾ ഗൂഗിൾ ഒരു പ്രൊഡക്റ്റ് അതിന് വേണ്ടി ഇറക്കി. അതിന്റെ പേരാണ് നോട്ട്ബുക്ക് LLM എന്നുള്ളത്. നിങ്ങൾ ഇതിനെ കുറിച്ച് മുമ്പ് കേട്ടിട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതെങ്ങനെയാണ് ഫങ്ഷനിങ് ആവാന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് ഇപ്പൊ എനിക്ക് കേട്ടാലേ പഠിയുള്ളൂ. ഇപ്പൊ എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അവനക്ക് ഉറക്കെ വായിച്ചാലേ പഠിയുള്ളൂ. അതുപോലെ തന്നെ എൻ്റെ ചില ഫ്രണ്ട്സിന് ചെയ്താലേ പഠിയുള്ളൂ. ചിലർക്ക് അത് എന്ത് ചെയ്യാൻ പറ്റും? ക്വസ്റ്റ്യൻസ് ആയിട്ട് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്താലേ പഠിയുള്ളൂ. അപ്പൊ ഇതിനെല്ലാത്തിനും പറ്റുന്ന ഒരു സാധനമാണ് നോട്ട്ബുക്ക് LLM എന്ന് പറയുന്നത്. ഇനി അതെങ്ങനെ ഫങ്ഷനിങ് ആവണം എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഈ നോട്ട്ബുക്ക് LLM എന്നുള്ളത് ഒരു AI ബേസ്ഡ്, AI ഇന്റഗ്രേറ്റ് ചെയ്തുള്ള ഒരു സാധനമാണ്. അതിൽ വരുന്ന മെയിൻ കാര്യം എന്താ വെച്ചെങ്കിൽ, ഒരു മിനിറ്റ്, ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്തോട്ടെ. ഓക്കെ, ഐ തിങ്ക് സ്ക്രീൻ റെക്കോർഡ് ആവേണ്ടിയിരിക്കണം. ഇപ്പൊ ഞാൻ അതിൽ ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരാളാണ്. ഇപ്പൊ നിങ്ങൾ ഈ കാണുന്ന സ്ക്രീനിൽ വരുന്നതാണ് നോട്ട്ബുക്ക് LLM എന്നുള്ളത്. ഇതിൽ ഈ കാണുന്ന നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, ഇപ്പൊ ഞാൻ കുറെ സാധനങ്ങൾ ഇത് ചെയ്തു വെച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ വരുന്നത്. സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാം? ഈ ഒരു വിൻഡോ നോക്കിയാൽ മതി. ഈ വിൻഡോയിൽ കാണുന്നതാണ് ഇതിന്റെ സോഴ്സുകൾ. നമുക്കിപ്പോ നമ്മളടുത്ത് ചിലപ്പോൾ ഒരു PDF ആക്കാരം, മേ ബി നമ്മളടുത്ത് എന്താക്കാരം, ഗൂഗിൾ ഡ്രൈവിൽ ആക്കാരം, ചിലപ്പോൾ ഒരു ലിങ്ക് ആക്കാറുണ്ടാവുക, ചിലപ്പോൾ ഒരു ChatGPT എന്ന് എടുത്തിട്ടുള്ള ഒരു വേർഡ് ഫയൽ ആക്കാറുണ്ടാവുക. അപ്പോൾ ഇതിൽ യൂട്യൂബിന്റെ വീഡിയോ ലിങ്ക് കൊടുക്കുക, വെബ്സൈറ്റ് കൊടുക്കുക, അങ്ങനെ എന്ത് വേണമെങ്കിലും ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ഓർ ചൂസ് ഫയൽ, അതായത് PDF-ഉം ടെക്സ്റ്റും ഓഡിയോ MP3 എന്ത് വേണമെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അത് സിംപ്ലിഫൈ ചെയ്ത് തരും. ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എല്ലാവർക്കും കൂടി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു മാത്സിന്റെ ടെക്സ്റ്റ് ബുക്കാണ് വിചാരിച്ചു. +2ന്റെ മാത്സ് ടെക്സ്റ്റ് ബുക്ക്, ക്ലാസ് +2. ഇതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് വെച്ചെങ്കിൽ, ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളെ പഠിക്കുന്ന സബ്ജക്റ്റുമായിട്ട് മാച്ച് ചെയ്യാട്ടോ, അത് പ്രശ്നമല്ല. വീഡിയോ എടുക്കണം. ഇപ്പൊ ഈ കാണുന്നതാണ് മാത്സിന്റെ ടെക്സ്റ്റ് ബുക്ക്. 573 പേജിന്റെ NCERT-ന്റെ. ഞാൻ ജസ്റ്റ് അത് ഡൗൺലോഡ് ചെയ്തു. നിങ്ങൾ കാണുന്നുണ്ടാവും, ഡൗൺലോഡ് ചെയ്തായിട്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും അല്ലെ? ഈ ഡൗൺലോഡ് ചെയ്ത ടെക്സ്റ്റ് ബുക്ക് ഞാൻ എന്ത് ചെയ്യാണ്? ജസ്റ്റ് ഈ കാണുന്ന അപ്ലോഡ് സോഴ്സ് എന്നുള്ളതിൽ കൊണ്ടുപോയിട്ട് കൊടുത്തു. ഇപ്പൊ നമ്മള് പണ്ട് എന്താ പറയാ, ഇന്ത്യൻ സിനിമയിൽ കണ്ടിട്ടില്ലേ, എന്താ പറയാ, റോബോട്ട് പുസ്തകം ഇങ്ങനെ ഇതാക്കിങ്ങാണ്ട് അത് മൊത്തം വായിക്കുന്നത്. അതുപോലെയാണ് ഇപ്പൊ ഈ കടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഒരു 10 സെക്കൻഡ് 20 സെക്കൻഡ് ആണെന്നുണ്ടാവും ഈ ബുക്ക്, ഈ നോട്ട്ബുക്ക് LLM എന്നുണ്ടാവും മൊത്തം വായിച്ച് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് കേട്ടോ. ഇപ്പൊ ഇതിന്റെ കൂടെ ഇപ്പൊ ഏകദേശം വായിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഈ സൈഡിലുള്ള കാര്യങ്ങൾ കാണാൻ പറ്റുന്നുണ്ടോ നോക്കുക. ഇതിൽ കൊടുത്തിട്ടുണ്ട് AI പോഡ്കാസ്റ്റ്. ചിലർ കേട്ട പടി എന്ന് പറയില്ലേ, അപ്പൊ അതിനുള്ള ഒരു ഓപ്ഷൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഓഡിയോ ഓവർവ്യൂ എന്ന് പറഞ്ഞാണ്ട് AI പോഡ്കാസ്റ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചിലർക്ക് എന്തുണ്ടാവും, വീഡിയോ എക്സ്പ്ലെയിൻ ചെയ്താലാണ് മനസ്സിലാവുക. അപ്പൊ അവർക്ക് വീഡിയോ ഓവർവ്യൂ ഇപ്പൊ ഇത് നോക്കിയാൽ മനസ്സിലാവും. ക്ലാസ് +2 NCERT മാത്തമാറ്റിക് ടെക്സ്റ്റ് ബുക്ക് കണ്ടന്റ്. ഇതിൽ എന്ത് ചെയ്യുന്നുണ്ട്? മൊത്തം കാര്യം വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഈ സൈഡിലെ സ്റ്റുഡിയോ മോഡലാണ് ഞാൻ പറഞ്ഞു പോണത്. ഇത് നമ്മൾ അപ്ലോഡ് ചെയ്ത സോഴ്സ്, ഈ കാണുന്നതാണ് അപ്ലോഡ് ചെയ്ത സോഴ്സ്. ഈ കാണുന്നത് നമുക്ക് അതിനോട് ചാറ്റ് ചെയ്യാം, ഒരു ChatGPT പോലെയൊക്കെ. ഈ നോട്ട്ബുക്ക് LLM വേറെ പ്രത്യേകം എന്താ അറിയോ? ഇപ്പൊ നമ്മൾ ChatGPT പോയിട്ട് NCERT ഒരു സാധനം ചോദിച്ചു കഴിഞ്ഞാൽ മേ ബി പല ആൻസർ ഒക്കെ തരുന്നുണ്ടാവുക. ഇപ്പൊ നമ്മൾ ഇവിടെ ചോദിക്കുകയാണ്, വാട്ട് ഈസ് ബോർഡ് മാസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവരെന്തുണ്ടാവും, ഈ ടെക്സ്റ്റ് ബുക്കിൽ ബോർഡ് മാസിനെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ എന്തുണ്ടാവും, അത് റിസർച്ച് ചെയ്ത് എടുത്തു തരും. അതാണ് ഇപ്പൊ ഈ സ്ക്രീനിൽ നിങ്ങൾ കാണുന്നത് കേട്ടോ. അതിന് അത്ര ഫാസ്റ്റ് ഉണ്ടാവില്ല. ബോർഡ് മാസിനെ കുറിച്ചിട്ട് ഇതിൽ ഫണ്ടമെന്റൽ ആയിട്ട് എന്തൊക്കെ കൊടുത്തിട്ടുണ്ടോ അതൊക്കെ കുറിച്ച് നമുക്ക് വെറുതെ മമ്മൂട്ടി ആലോചിച്ച് നോക്കാം. ഹൂ ഈസ് മമ്മൂട്ടി? ഈ ടെക്സ്റ്റ് ബുക്കിൽ മമ്മൂട്ടിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ ആൻസർ വരുള്ളൂ, അല്ലെങ്കിൽ എന്തുണ്ടാവില്ല. ബേസ്ഡ് ഓൺ ദ പ്രൊവൈഡ് സോഴ്സ് ദർ ഈസ് നോ ഇൻഫർമേഷൻ അബൌട്ട് ഹൂ ഈസ് മമ്മൂട്ടി. ഇപ്പൊ ഇതിൽ മനസ്സിലായോ? ഇപ്പൊ നമ്മൾ ChatGPT ചോദിച്ചാൽ പല ആൻസർ കിട്ടും. ഇത് ഈ ബുക്കിലുള്ളതിനെ കുറിച്ചിട്ട് മാത്രമാണ് വരിക. നമുക്കിതെല്ലാം AI-നോട് പോലെ ചാറ്റ് ചെയ്യാന്നുള്ളത് മനസ്സിലായില്ലേ? ഇനി അതല്ല ഞാൻ പറയാൻ പോകുന്നത്. സോഴ്സിനെ കുറിച്ചിട്ടും പറഞ്ഞു, ചാറ്റിനെ കുറിച്ചിട്ടും പറഞ്ഞു. ഇനി സ്റ്റുഡിയോ, ഇതിൽ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഓഡിയോ ഓവർവ്യൂ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒരു പോഡ്കാസ്റ്റ് പോലെ ചെയ്യാം. ഞാൻ എന്ത് ചെയ്യാം? ഒരു സാമ്പിൾ കാണിച്ചു തരാം. ഇതിൽ ഇത്രയും ലാംഗ്വേജ് ഉണ്ട് കേട്ടോ. നോക്കിയപ്പോൾ എത്ര അറബിക്കിലും ഉറുദുവിലും എല്ലാ ലാംഗ്വേജും. നമ്മളെ മലയാളം ഇപ്പം എന്ത് ചെയ്യുന്നുണ്ട്?
ഇതിലുണ്ട്. മലയാളത്തിൽ ഷോർട്ടർ കൊടുക്കാൻ ഡിഫോൾട്ട് ആയിട്ട് കൊടുക്കുന്നില്ല, ഷോർട്ടർ ആയി കൊടുത്തു, ജനറേറ്റ് കൊടുത്തു. ഇനി അപ്പം അത് അത് റൺ ചെയ്യാൻ കുറച്ച് സമയം എടുക്കും. ഞാൻ എന്ത് ചെയ്യണം, ഒരു വീഡിയോ ഓവർവ്യൂയും കൊടുക്കുകയാണ് മലയാളത്തിൽ തന്നെ. ബ്രീഫ് ആയിട്ടുള്ളത് മതി, അതും കൊടുത്തു. പിന്നെ ശേഷം ഒരു മൈൻഡ് മാപ്പ് ഞാൻ പറഞ്ഞു, ചിലർക്ക് വീഡിയോ കണ്ടാൽ പഠിയും, ചിലർക്ക് കേട്ടാൽ പഠിയും, ചിലർക്ക് വായിച്ചാൽ പഠിയുന്നല്ല. അതുപോലെ തന്നെ ഒരു മൈൻഡ് മാപ്പ് എന്നുള്ള സാധനം ഉണ്ട്. മൈൻഡ് മാപ്പ് പിക്ചറൈസ് ചെയ്യും ഓരോ സബ്ജക്റ്റുകൾ എന്തൊക്കെ വരാന്നുള്ളത്. ഈ 3 കാര്യങ്ങൾ എന്തുണ്ട്, ഞാൻ അത് പിക്ചറൈസ് ചെയ്ത മൈൻഡ് മാപ്പിന് വന്നിട്ടുണ്ട്. ഇതിൽ മൊത്തം വരുന്നത് 3 ഭാഗങ്ങളാണ്. ടെക്സ്റ്റ് ഇൻഫർമേഷൻ, ടെക്സ്റ്റ് ബുക്ക് ഫീച്ചേഴ്സ്, പാർട്ണർ ചാപ്റ്റർ സിലബസ്. അത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ ടെക്സ്റ്റ് ബുക്കിൽ വരുന്നത്. ടൈപ്സ് ഓഫ് റിലേഷൻ, എംപതി, യൂണിവേഴ്സൽ റിഫ്ലെക്സി, ഇതൊക്കെ. ഇതിന് മാത്സിനൊക്കെ ഞാൻ വീക്ക് ആവുകൊണ്ട് എനിക്ക് എന്താണെന്ന് വെച്ചാൽ എനിക്ക് അറിയില്ല. പക്ഷേ ഏകദേശ കാര്യങ്ങളൊക്കെ എന്തുണ്ട്, ക്യൂമുലേറ്റീവ്, അസോസിയേറ്റീവ്, ഇങ്ങനെയൊക്കെ പറഞ്ഞ റിലേഷൻ ഫംഗ്ഷൻ. ഇതുപോലെ പിക്ചറൈസ് നമ്മൾ ടോട്ടൽ 573 പേജുള്ള ടെക്സ്റ്റ് ബുക്കിന്റെ ടോട്ടൽ എന്ത് ചെയ്യും, എന്താ കാര്യങ്ങളാണ് വരുന്നത് മൊത്തം നമുക്ക് പറഞ്ഞു തരാണ്. ക്ലിയർ ആയോ? ഇനി ആ ബാക്കിയുള്ള ഇതുകൂടി ഒന്ന് ആയിക്കോട്ടെ കേട്ടോ. ഈ രണ്ട് സാധനങ്ങൾ ചെയ്തെടുക്കാൻ കുറച്ച് സമയം എടുക്കും. അതിനു മുമ്പ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളെ വീട്ടിലെ കുട്ടികളോ അല്ലെങ്കിൽ നിങ്ങളോ എത്ര കോംപ്ലിക്കേറ്റഡ് സബ്ജക്റ്റ് ആണെങ്കിലും നിങ്ങൾക്ക് ഇനിയുള്ള കാലത്ത് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും എന്നുള്ളത് ഓർത്ത് വെക്കുക. അതായത് നിങ്ങൾക്ക് പഠിക്കാം. ഇപ്പൊ ചിലർ പറയണം എനിക്ക് എത്ര പഠിച്ചാലും മണ്ടേ കയറില്ല എന്ന് പറയുന്നില്ലേ, അത് നിങ്ങളുടെ ബുദ്ധിയുടെ പ്രശ്നമല്ല, അത് നിങ്ങളുടെ ബുദ്ധിയുടെ പ്രശ്നമല്ല, നിങ്ങൾ പഠിക്കുന്ന രീതിയുടെ പ്രശ്നമാണ്. അപ്പോൾ ചിലർ കുട്ടികൾ പറഞ്ഞു ഉറക്കെ വായിച്ച് പഠിച്ചാൽ പടിഞ്ഞിറങ്ങേണ്ട പാവങ്ങളിൽ ഉറക്കെ ഇരുന്ന് പഠിക്കും. ചില കുട്ടികൾ രാവിലെ നേരത്തെ എണീച്ചിരുന്ന് പഠിക്കണ്ടല്ലേ. അതൊക്കെ പലർക്കും പല രീതിക്കാണ്. നമ്മൾ എന്തൊക്കെയോ ഒരു മിത്തിലും ആരൊക്കെയോ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് ഓടുകയാണ്. നിങ്ങൾ ആദ്യം ഒരു സെൽഫ് അസസ്മെന്റ് ചെയ്യാം. എനിക്ക് ഇന്ന സബ്ജക്ട് പഠിക്കണം, ഞാൻ ഇപ്പൊ ഒന്ന് കേട്ട് നോക്കുക, ഒന്ന് വായിച്ചു നോക്കുക, ഒന്ന് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ ഈ രീതിക്കുള്ള കാര്യങ്ങൾ ചെയ്ത് നിങ്ങൾക്ക് എന്തുണ്ടാവും, നിങ്ങൾക്ക് അത് പഠിക്കാൻ വേണ്ടി പറ്റും. പിന്നെ വേറൊരു കാര്യം കേട്ടോ, ഇപ്പൊ നിങ്ങൾക്ക് ഒരു 10ന്റെ ഗുണനപ്പട്ടിക നിങ്ങൾക്ക് 1 മണിക്കൂറോട് പഠിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എനിക്ക് 2 മണിക്കൂർ എടുക്കണ്ടാവും. അത് നമ്മളെല്ലാവരും സ്റ്റോർ ചെയ്യണം. അത് വ്യത്യാസമുണ്ട്, മെമ്മറൈസ് ചെയ്യാനുള്ള വ്യത്യാസമുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, ഇതിനൊന്ന് ഇതാക്കണം. ഇത് കുറച്ച് സമയം എടുക്കും, നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇതിപ്പോ എങ്ങനെ ചെയ്ത് ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. ഞാൻ വേറൊരു വിൻഡോ എടുത്തിട്ട് കാണിച്ചു തരാം. ഈ നോട്ട്ബുക്ക് LLM നമ്മൾ എന്ത് ചെയ്യാണ്, പോവാണ്. അപ്പോൾ ഇതിലുണ്ടാവും, ഇതിൽ ക്രിയേറ്റ് ന്യൂ നോട്ട്ബുക്ക് ഉണ്ടാവും. നമുക്ക് എന്ത് ചെയ്യാം, ഒരു യൂട്യൂബിലെ വീഡിയോ ഇട്ട് നോക്കാം. കേട്ടോ. ഇപ്പോൾ ഒരു പോഡ്കാസ്റ്റ് വെക്കാം. ന്യൂറോ സയൻസിനെ കുറിച്ചുള്ള ഒരു പോഡ്കാസ്റ്റ് ആണ് വിചാരിച്ചോ. ഇതാ ചേഞ്ച് യുവർ ബ്രെയിൻ. ഈ സാധനത്തിന് എന്ത് ചെയ്യുക, നമ്മൾ ജസ്റ്റ് ഷെയർ പോവുക, കോപ്പി ചെയ്തതിന് ശേഷം എന്താ ചെയ്യേണ്ടത്, നോട്ട്ബുക്കിൽ വരിക. നമുക്ക് താഴെ യൂട്യൂബ് എന്ന് കാണുന്നുണ്ടല്ലേ, ഈ യൂട്യൂബ് കേട്ട് എന്ത് ചെയ്യാം, അപ്ലോഡ് ചെയ്ത് കൊടുത്തു നോക്കാം. നിങ്ങൾക്ക് ഇനി എന്ത് ചെയ്യണം, ഇത് ഈ ഒരു നോട്ട്ബുക്ക് ആയിട്ട് എന്ത് ചെയ്യട്ടെ, ഇത് ഓർഡർ ഇട്ടോ, 1 മിനിറ്റ്. ഇത് ഇത്രയും പെട്ടെന്ന് ആ 2.5 മണിക്കൂർ മൊത്തം അനലൈസ് ചെയ്ത് കിട്ടും. അതിന്റെ ഫാസ്റ്റ് നോക്കി. ഇപ്പൊ ഈ യൂട്യൂബ് ചാനൽ എത്ര മിനിറ്റ് ഉണ്ട് നോക്കിട്ടോ, ഓൾമോസ്റ്റ് 2 മണിക്കൂർ 12 മിനിറ്റിന്റെ സാധനമാണ് എന്ത് ചെയ്തത്, ഇത്ര പെട്ടെന്ന് വായിച്ചു കഴിഞ്ഞ്. നമുക്ക് ഇതിന് എന്ത് ചെയ്യാം, മൈൻഡ് മാപ്പോ അല്ലെങ്കിൽ വോയിസ് ആയി കൊടുക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് പെർപ്ലെക്സിറ്റി പോയിട്ട് ഒരു സാധനം റിസർച്ച് ചെയ്തു, അല്ലെങ്കിൽ ചാറ്റ് ജിപിടിയിൽ എന്തുണ്ടായി, ഒരു ന്യൂറോ സയൻസിനെ കുറിച്ചിട്ട് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ചാറ്റ് ജിപിടി പോയിട്ട് വാട്ട് ഈസ് ന്യൂറോ സയൻസിന്റെ അല്ലെങ്കിൽ എന്താ ചാറ്റ് ജിപിടിക്ക് അറിയാം. ഇപ്പൊ അത് മനസ്സിലായോ? ഈ ഒരു മിനിറ്റ്, ഇത് മൊത്തം ഓടാവട്ടെ. ഈ സാധനം മൊത്തം ഇത്രല്ല, നമുക്കൊരു റിസർച്ച് ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടി കിട്ടൂലേ. ഈ സാധനം നേരെ കോപ്പി ചെയ്ത് എന്ത് ചെയ്യാം, ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, നോട്ട്ബുക്കിൽ വന്നിട്ട് എന്ത് ചെയ്യാം, ഈ താഴെ കാണുന്ന പേസ്റ്റ് കോപ്പിയുടെ വന്നിട്ട് എന്ത് ചെയ്യാം, ഇതാക്കിയിട്ട് പേസ്റ്റ് ചെയ്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്തുണ്ടാവും, ഇത് മൊത്തം അനലൈസ് ചെയ്ത് എടുത്തു തരും. മനസ്സിലായോ? അപ്പൊ ഇത്രയും ഈ പല രീതിക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നമുക്ക് ഇത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഞാൻ ഇനി എന്താ പറയാ, ഈ മാത്സിന് നമ്മൾ കൊടുത്തിട്ടുണ്ട്, നല്ലതായിട്ടുണ്ടോ നോക്കാം. പക്ഷെ സമയമായിട്ടില്ല, കുറച്ചുകൂടി വെയിറ്റ് ചെയ്യേണ്ടി വരും. ഒന്ന് അടിച്ചുകൂടാട്ടോ. ഈ പറയാം ഓൾക്ക് എന്തെങ്കിലും ആക്ടിവിറ്റി കൊടുക്കും, എടുത്തോ. അല്ല, ഒരു പുറത്ത് പോകുന്ന രീതിക്കുള്ള എന്തെങ്കിലും ആക്ടിവിറ്റി വേണ്ടല്ലേ. അത് നോക്കി എന്തെങ്കിലും ചെയ്യാം. റെസ്യൂം എടുത്തില്ല, അപ്പൊ അത് നോക്കി എന്തെങ്കിലും നോക്കി ചെയ്യണം.
ഓക്കെ, ശ്രദ്ധിക്കുക. ഇതിപ്പോ ഓഡിയോ റെഡി ആയിട്ടുണ്ട്. ഓഡിയോ കുറച്ച് സമയം എടുത്തൊരു 5 മിനിറ്റ് കൊണ്ട് റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് കേട്ട് നോക്കാം. സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങൾ പണ്ടുവെച്ച NCERT 12ാം ക്ലാസ്സിലെ ഗണിതശാസ്ത്ര പാഠപുസ്തകമാണല്ലോ. അതെ, ആ പുസ്തകം തന്നെ. അപ്പൊ ഇതിലെ പ്രധാന ആശയങ്ങളും ഈ പുസ്തകത്തിന്റെ ഒരു പൊതുവായ രീതിയും എങ്ങനെയാണെന്ന് നമുക്ക് പെട്ടെന്നൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം, അല്ലെ? തീർച്ചയായും. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇതിന്റെ കാതൽ എന്താണെന്ന് അറിയുക, അതാണല്ലോ നമ്മുടെ ലക്ഷ്യം. അതെ, ലക്ഷ്യങ്ങൾ ഓർത്തു വെക്കുന്നതിന് പകരം ആ ആശയങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നു, അല്ലേ? ശരിയാണ്. ഈ സമീപനം പുസ്തകത്തിൽ എങ്ങനെയൊക്കെ ഫലനങ്ങളും, അതായത് റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്, അവിടെ തുല്യതാ ബന്ധങ്ങൾ അഥവാ ഇക്വാലൻസ് റിലേഷൻസ് എന്നൊരു പ്രധാന ആശയം വരുന്നുണ്ടല്ലോ. ഗണിതത്തിൽ ഇതിന് എന്താണ് ഇത്ര പ്രാധാന്യം വരുന്നത്? അതൊരു നല്ല ചോദ്യമാണ്. ഈ തുല്യതാ ബന്ധങ്ങൾ എന്ന് പറയുന്നത്, അതായത് ഒരു കൂട്ടത്തിലെ അംഗങ്ങളെ ചില പ്രത്യേക ഇത് പറഞ്ഞ റിലേഷനെ കുറിച്ചുള്ളതാ. നിങ്ങൾ ആലോചിച്ച് നോക്കുക. അത് മലയാളത്തിൽ മൊത്തം ഞാൻ ബ്രീഫായിട്ട് കൊടുത്തോണ്ടാ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ എല്ലാ കാര്യങ്ങളും ഓരോ ചാപ്റ്റേഴ്സ് കൊടുത്ത് ഓരോ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻസ് ആണ് ഇങ്ങനെ പറഞ്ഞുതരും. നമുക്ക് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ജസ്റ്റ് ഒരു ഹെഡ്സെറ്റ് വെക്കുക, ഒരു ബുക്ക് വെക്കുക, അതിൽ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് ഇങ്ങനെ എഴുതി വെക്കുക. ഈസി അല്ലേ? അപ്പൊ നിങ്ങൾ പറയും, അപ്പൊ ഈ രീതിക്ക് ഇനി വീഡിയോ ഓടാൻ കുറച്ചുകൂടി ടൈം എടുക്കും. ഞാൻ അതുകൂടി ഒന്ന് കാണിച്ചു തരാം. പക്ഷെ എത്ര സമയം എടുക്കുമെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഈ വീഡിയോ കുറച്ച് ലെങ്തി ആവുമെന്ന് എനിക്കറിയാം. പക്ഷെ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ ഫ്രണ്ട്സും നിങ്ങളുടെ ഫാമിലിയിലുള്ള ആളുകളൊക്കെ പഠിക്കാൻ ബുദ്ധിമുട്ടുന്ന കുട്ടികൾക്ക് എന്ത് ചെയ്യാം, ഈ സാധനം ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുക. ഇത് ഫസ്റ്റ് യൂസിൽ ചെയ്യുമ്പോൾ കുറച്ച് ഡിഫിക്കൽട്ടായി തോന്നുന്നുണ്ടാവും. പക്ഷെ ഇത് യൂസ് ചെയ്യുമ്പോൾ പിന്നെ എനിക്ക് മനസ്സിലാവും ഭയങ്കര ഈസി ആണെന്നുള്ളത്. പിന്നെ ഞാനിപ്പോൾ തന്നെ പറയാണ്, അത് ജനറേറ്റ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും. നമ്മളെ വൈഫൈൻ്റെ സ്പീഡും ബാക്കിലിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് വരുന്നത്. നിങ്ങൾക്ക് നോക്കാം. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇനി നിങ്ങൾക്ക് പുതിയതായിട്ട് ഏതെങ്കിലും AI ടൂൾസിനെ കുറിച്ചിട്ട് അറിയാനോ പഠിക്കാനോ താല്പര്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് താഴെ കമന്റിൽ ഇടാട്ടോ. ഞാൻ നോക്കിയിട്ട് എന്ത് ചെയ്യാം, അതുപോലെ ക്രിയേറ്റ് ചെയ്തിട്ട് വീഡിയോ അതേപോലെ സിംപ്ലിഫൈ ചെയ്തിട്ട് എന്ത് ചെയ്യാം, എടുത്തു തരാം. ഓക്കെ, നമ്മളുടെ വീഡിയോ റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇതാണ് വീഡിയോ ഇരുന്നിട്ടോ. ഒന്ന് ലോഡ് ചെയ്യേണ്ടി. നമ്മളിൽ പലർക്കും പേടിയുള്ള ഒന്നാണ് +2 മാത്സ്. പക്ഷേ ഇന്ന് നമുക്കതൊന്ന് തുറന്നു നോക്കിയാലോ? ഈ പുസ്തകം കാണുമ്പോഴേ പലർക്കും ഒരു ടെൻഷൻ തുടങ്ങും, അല്ലെ? ചിലപ്പോൾ അതൊരു ബോറിംഗ് വിഷയമായിട്ടും തോന്നാം. പക്ഷേ നമ്മുടെ ലോകത്തെ മനസ്സിലാക്കാനുള്ള ഒരു കിടിലൻ ടൂൾ കിറ്റ് ആണിതെന്ന് പറഞ്ഞാലോ? ആദ്യം തന്നെ കുറെ വിവരങ്ങളെ കണക്ക് വെച്ച് എങ്ങനെ എളുപ്പത്തിൽ ഒതുക്കാമെന്ന് നോക്കാം. റെഡിയല്ലേ? ഞാൻ ഇതിന് കൂട്ടുകാരികളുടെ കൂടുതലായിട്ട് കാണിച്ചു തരുന്നില്ല. എനിക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇതിന്റെ എത്രത്തോളം പവർഫുൾ ആണെന്നുള്ളത്. ഇപ്പൊ ഫ്രീ ആട്ടോ, ഇനി ഫ്യൂച്ചറിൽ കാശാവുമെന്ന് എനിക്കറിയില്ല. അപ്പൊ അതിന്റെ മുമ്പ് നിങ്ങൾക്ക് പഠിക്കാനുള്ള സാധനങ്ങളൊക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുക. അപ്പൊ താങ്ക് യു സോ മച്ച് വീഡിയോ ഇത്ര നേരം കണ്ടതിന്. ഇനി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങളുടെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി പറയണ്ടാവും, നിങ്ങളുടെ തോട്ട്സ് താഴെ കമന്റ് ചെയ്യുക. പിന്നെ ബെല്ല്, ഷെയർ ബട്ടൺ അതൊക്കെ ചെയ്യാം കേട്ടോ. അപ്പൊ താങ്ക് യു സോ മച്ച്.